പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 2016 തുടങ്ങിയ ജൈത്രയാത്ര അത് 26 തുടരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു വർഷം ബാക്കി നിൽക്കുമ്പോൾ പ്രവർത്തനം ത്വരിതപ്പെടുത്തി വരികയാണ്. 2016 വലിയ ആവേശത്തോടുകൂടി അധികാരത്തിൽ എത്തി. അണികൾക്കും ഭരിക്കുന്നവർക്കും പിണറായിക്കുമെല്ലാം തന്നെ 2021 ആ ആവേശത്തിന് അല്പം കുതിപ്പ് കൂടി. കുതിപ്പും അതിനോടൊപ്പം തന്നെ അഹങ്കാരവും തലയ്ക്ക് പിടിച്ചു. 2021 രണ്ടാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് അഴിമതിയും ധൂർത്തും ധാർഷ്ട്യവും CPM-ൻ്റെ തനിക്കൊണം കാണിക്കാൻ തുടങ്ങി. അതോടുകൂടി ജനങ്ങളിൽ നിന്ന് അകന്നു. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പാർട്ടിയായി, ഒരു പ്രസ്ഥാനമായി കുറേ നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തു. അങ്ങനെ വന്നാൽ ഇനി തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട്. 2026 ജനം കാത്തിരിക്കുകയാണ് ഒന്ന് തിരിച്ചു കുത്താൻ എന്നുള്ള പരക്കെ വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ തന്നെ പരന്നു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്ത്രം മെനയാൻ തുടങ്ങിയത്. 2021 മുതൽ ഇങ്ങോട്ട് നേരിട്ട എല്ലാ തരത്തിലുള്ള സംഭവങ്ങളെയും മറയ്ക്കുക എന്നുള്ളതാണ്. ഈ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ മറച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ അഴിമതി മുഴുവൻ ഈ സൂര്യൻ, ഇതുവരെ സൂര്യൻ എന്നാണല്ലോ പാർട്ടിയിലുള്ളവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സൂര്യന് മറ്റുള്ളതിനെയെല്ലാം അങ്ങ് മറയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ വന്ന് തൻ്റെ ഓഫീസ് പോലും ശുദ്ധീകരിക്കുന്ന കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് കളങ്കം നിറഞ്ഞതാണ്, അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്, ഗുണ്ടാസംഘങ്ങളാണ് എന്നൊക്കെ പൊതുവെ പേരുദോഷം കിട്ടിയിട്ടുള്ളതാണ്. അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ താഴെ തട്ടിലേക്ക് സംശുദ്ധമായ ഒരു ഭരണം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്ന് പിണറായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഓഫീസ് ഒന്ന് ശുദ്ധീകരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പിണറായിയോടൊപ്പം ഇരിക്കുന്നത് ആരൊക്കെ? പി ശശിയും CM രവീന്ദ്രനും KM എബ്രഹാമും ശിവശങ്കറും ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ഇത്തരത്തിലുള്ളവരെ കുറിച്ചുള്ള കഥകളല്ല, അവർ നടത്തിയ അഴിമതികളും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമ്മൾ കേട്ടതും കണ്ടതുമെല്ലാം തന്നെ. ഇനി അതിനെ ഒന്ന് ശുദ്ധീകരിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ സുതാര്യമാണ്, ആർക്കും സമീപിക്കാവുന്നതാണ്, അഴിമതിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി പ്രദീപ് കുമാറിനെ, CPM-ലെ പ്രദീപ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതായത് കോഴിക്കോട് നോർത്തിൽ നിന്ന് 3 തവണ MLA ആയിരുന്ന പ്രദീപ് കുമാറിനെ 2021 മാറ്റി. 2021 മത്സരിച്ചാലും എപ്പോൾ മത്സരിച്ചാലും പ്രദീപ് കുമാർ അവിടെ നിന്ന് വിജയിക്കും. അത്ര ജനകീയനാണ്, CPM-ൻ്റെ ധാർഷ്ട്യമില്ല, ഹുങ്കില്ല, സരളഹൃദയനാണ്, ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ആരും അംഗീകരിക്കുന്ന പ്രദീപ് കുമാറിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 2021 അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് 4ാം വട്ടം ജയിച്ച് വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാനുള്ള യോഗ്യത പോലുമുണ്ട്. കോഴിക്കോട് നടക്കാവിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു ഹൈടെക് ആക്കി മാറ്റി എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി കേരളത്തിലെ മറ്റ് 139 മണ്ഡലങ്ങളും മാതൃകയാക്കാവുന്ന തരത്തിലാണ് നടക്കാവ് സ്കൂളിനെ മാറ്റിയത്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കാൽവെപ്പ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ പോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ മറ്റു ചില വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2021 പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തിയത്?
കോഴിക്കോട് നിന്ന്, അതായത് കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ് 2021 മുഹമ്മദ് റിയാസിനെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനും. ഇനി അത് തുടർന്ന് കൊണ്ടുപോകണം. ഏത് തരത്തിലേക്ക്? മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിക്കണം. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2021 പിണറായി വിജയൻ പ്രദീപ് കുമാറിനെ അവിടെ വെട്ടി ഒതുക്കിയത്. 2019 പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിച്ചു. പാർലമെന്റ് സീറ്റിൽ വലിയ താല്പര്യത്തോടൊന്നുമല്ല പ്രദീപ് കുമാർ മത്സരിച്ചത്. കാരണം കോഴിക്കോടെന്ന് പറയുന്നത് രാഘവൻ്റെ മണ്ഡലമാണ്. കോഴിക്കോടുകാർ രാഘവേട്ടാന്നേ വിളിക്കത്തുള്ളൂ, അത്ര ജനകീയനാണ്. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ്റെ പേരും പെരുമയും എല്ലാമാണ് കോഴിക്കോട് രാഘവേട്ടനുള്ളത്. ആ രാഘവേട്ടനെ എതിരിടാൻ തനിക്ക് യോഗ്യതയില്ല എന്നാണ് പ്രദീപ് കുമാർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും പാർട്ടിയുടെ നിയോഗമനുസരിച്ച് മത്സരിച്ചു, പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ പ്രദീപ് കുമാറിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിലൂടെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുദ്ധീകരിക്കുക, അതിലൂടെ താഴെ തട്ടിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക. ഇത് ഒരു സംശുദ്ധമായ ഭരണമാണ്, ആർക്കും സമീപിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നെല്ലാം വരുത്തി തീർക്കുക. നിരവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൈന്ദവ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി വെള്ളാപ്പള്ളിയെ ഇറക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ തനിക്ക് വോട്ടാക്കി മാറ്റാനുള്ള തീവ്രയത്നത്തിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ശുദ്ധീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് പറ്റി എന്ന് പലരും ആലോചിച്ചു പോകും. പറ്റിയത് ഇത്രയേ ഉള്ളൂ, നല്ലവരായിട്ടുള്ളവരെ കൊണ്ടുവന്നിരുത്തി ഓഫീസിൻ്റെ ഉണ്ടായിട്ടുള്ള കളങ്കം മായ്ച്ചു കളയുക, സംശുദ്ധമായ ഒരു ഭരണം നിലനിർത്തുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ വീണ്ടും 2026 അധികാരത്തിലെത്താൻ കഴിയും എന്നാണ് പിണറായി മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിലെ പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ്സുകാർ, അവർക്കൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല, അതിനുള്ള ശേഷിയുമില്ല, അതിനുള്ള ഒരു തയ്യാറെടുപ്പുമില്ല എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിൻ്റെ പരാജയം. CPMൻ്റെ വിജയം ഇതുമാണ്. അവർ കാര്യങ്ങളെല്ലാം കടന്നു കഴിഞ്ഞു. ഇനി ഏത് മണ്ഡലത്തിൽ ആരെല്ലാം മത്സരിക്കണം എന്നുള്ളത് പോലും അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. പ്രതിപക്ഷം ഉറങ്ങുകയുമാണ്.